കേന്ദ്ര വിദ്യാഭ്യാസ നയങ്ങളിൽ പ്രതിഷേധിച്ച് എസ്എഫ്ഐ മാർച്ച് വിവിധ ജില്ലകളിൽ പ്രതിഷേധം നടക്കുകയാണ്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ പ്രതിഷേധം തുടരുന്നു. കൊച്ചിയിൽ പോലീസ് ലാത്തിവീശി. തിരുവനന്തപുരത്തും ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത്. പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തകരെ തടയുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. സംസ്ഥാനത്ത് എസ്എഫ്ഐയുടെ വലിയ പ്രതിഷേധം അരങ്ങേറുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ നയങ്ങളിൽ പ്രതിഷേധിച്ച് എസ്എഫ്ഐ മാർച്ച് പലയിടങ്ങളിലും തുടരുന്നതാണ് നമ്മൾ കാണുന്നത്. പാലക്കാട്ട് നേരത്തെ പോലീസുമായി വലിയ രീതിയിലുള്ള ഉന്തും തള്ളും സംഘർഷവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് ലോക് ഭവനിലേക്ക് എസ്എഫ്ഐയുടെ മാർച്ച് നടക്കുകയാണ്. അവിടെ ബാരിക്കേഡ് ഉയർത്തി പോലീസ് പ്രവർത്തകരെ തടഞ്ഞിരിക്കുന്നു. വി അരുൺ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, വിദ്യാർത്ഥികളുടെ വലിയ പങ്കാളിത്തമുണ്ട്. എസ്എഫ്ഐയുടെ വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്തെമ്പാടും അരങ്ങേറുന്നത്. എന്താണ് ലോക് ഭവന് മുന്നിലെ കാഴ്ച? രേണുക, എസ്എഫ്ഐയുടെ അവകാശ പത്രിക സമർപ്പണ ദിനമാണ്. ഇന്നലെയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നേരിൽ കണ്ട് എസ്എഫ്ഐ നേതാക്കൾ അവകാശ പത്രിക സമർപ്പിച്ചത്. സാധാരണ സമാധാനപരമായ സമരമാണ്. പക്ഷേ ഇന്ന് അതിനൊപ്പം ഒരു മുദ്രാവാക്യം കൂടിയുണ്ട്. അത് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. ഡൽഹിയിൽ ജന്തർ മന്ദിർ നടക്കുന്ന സമരങ്ങൾക്ക്, പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ കൂടി അർപ്പിച്ചുകൊണ്ടുള്ള സമരമാണ്. അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ സമരം ഉദ്ഘാടനം ചെയ്തു മടങ്ങി. അതിനുശേഷമാണ് പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തിയത്. 2 ജലപീരങ്കികൾ ഇവിടെ ഉണ്ട്. അതിൽ ഒരു റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. എസ്എഫ്ഐ പ്രവർത്തകർ നേരെ പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ഇതിനിടെ പോലീസിനെതിരെ കല്ലേറും ഉണ്ടായിട്ടുണ്ട്. പ്രവർത്തകർ കല്ല് വലിച്ചെറിയുന്നുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നു. വലിയ പ്രവർത്തകരുടെ, വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഈ മാർച്ചിലുണ്ട്. നമുക്കറിയാം, സംസ്ഥാന വ്യാപകമായി ഇന്ന് KSUവും അതുപോലെ ASFും ഒക്കെ പടിവ് മുടക്കുകയാണ്. എസ്എഫ്ഐ ഇന്ന് ഈ അവകാശ പത്രിക മാർച്ചാണ് ഈ വിഷയത്തിൽ. അതിനൊപ്പം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. അല്പസമയം മുമ്പ് എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിച്ചത് ഡൽഹിയിലേക്കും സമരം വ്യാപിപ്പിക്കും. കേരളത്തിലെ എസ്എഫ്ഐ പ്രവർത്തകർ വരും ദിവസങ്ങളിൽ ഡൽഹിയിലേക്ക് ട്രെയിൻ മാർഗമെത്തി അവിടെ പ്രതിഷേധത്തിന്റെ ഭാഗമാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി എസ്എഫ്ഐ നൽകുന്നുണ്ട്. ഡിവൈഎഫ്ഐയും ദില്ലി ചലോ എന്ന പേരിൽ മാർച്ച് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഡൽഹിയിലേക്ക്. ഏതായാലും എസ്എഫ്ഐ പ്രവർത്തകർ ഇപ്പോൾ പോലീസിനെതിരെ കല്ലെറിയുന്നുണ്ട്. ജലപീരങ്കി പ്രയോഗം, പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. 2 വാഹനങ്ങളിൽ നിന്നുള്ള ജലപീരങ്കി പ്രയോഗമുണ്ട്. പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. അവർ സംഘടിച്ചു തന്നെ നിൽക്കുകയാണ്. പോലീസ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ പരമാവധി ശ്രമിക്കുന്നു. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇത്തവണ ഈ സമരം നേരിടാൻ ഒരുക്കിയത്. ഈ ലോക് ഭവനിലേക്കുള്ള വഴിയിലൊക്കെ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ. വീണ്ടും കല്ലേറുണ്ടാകുന്നു പോലീസിനെതിരെ. പക്ഷേ ആ ക്രമീകരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പ്രവർത്തകർക്ക് ബാരിക്കേഡിന് ഇപ്പുറത്തേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ ബാരിക്കേഡിന്റെ പിൻഭാഗത്തും വലിയ പോലീസ് സന്നാഹമുണ്ട്. റോഡ് പൂർണ്ണമായും പോലീസ് ബ്ലോക്ക് ചെയ്തിരിക്കും. മണിക്കൂറുകളായി ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ക്രമീകരണമാണ്. പോലീസ് വാഹനങ്ങൾ നിരത്തിയും പോലീസ് ഉദ്യോഗസ്ഥർ പല ഭാഗങ്ങളിൽ അണിനിരന്നും പ്രകടനക്കാർ ഒരു കാരണവശാലും ലോക് ഭവന് സമയത്തേക്ക് പോകാതിരിക്കാനുള്ള മുൻകരുതൽ, ജാഗ്രത പോലീസ് സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ ഈ ബാരിക്കേഡുകൾ ഇളക്കാൻ ശ്രമിക്കുമ്പോൾ അത് തടയാനുള്ള വലിയ ശ്രമവും പോലീസ് നടത്തുന്നു. ഒരാൾക്ക് പോലും കടന്നു പോകാൻ കഴിയാത്ത വിധം ബാരിക്കേഡ് കൊണ്ട് കെട്ടി അടച്ചിരിക്കുകയാണ് ലോക് ഭവനിലേക്കുള്ള വഴികൾ. VVIP റൂട്ടാണ്. പക്ഷേ ഏതാണ്ട് 12 കൂടി തന്നെ ഇവിടെ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ. അത് മറികടക്കാനാണ് പ്രവർത്തകരുടെ ശ്രമം. 2 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിന്തിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല. പോലീസും ഒരു കാരണവശാലും ഇവിടേക്ക് പ്രവർത്തകരെ കടത്തിവിടില്ലെന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് വലിയ പോലീസ് സന്നാഹമുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ നേരത്തെ ഇവിടെ എത്തി ഈ ക്രമീകരണങ്ങൾ വിലയിരുത്തിയിരുന്നു, കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ലോക് ഭവനിലേക്ക് സ്വാഭാവികമായും പ്രവർത്തകർ കടന്ന ഭാഗത്തേക്ക് എത്തി അത് വലിയ സുരക്ഷാ വീഴ്ചയായി വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഇതിലൊരു പഴുതുണ്ടാകരുത്. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ബാരിക്കേഡ് ഇളക്കി മാറ്റാൻ, പൊക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ പ്രവർത്തകർ നടത്തുകയാണ്. വലിയ പ്രവർത്തകരുടെ പങ്കാളിത്തമുണ്ട്. പെൺകുട്ടികളടക്കമുള്ള വലിയ പങ്കാളിത്തം, എസ്എഫ്ഐ പങ്കാളിത്തമുണ്ട്. അവർ പരമാവധി ശക്തിയിൽ ബാരിക്കേഡ് അഴിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. ബാരിക്കേഡ് കെട്ടിയ കയറൊക്കെ അഴിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതുമൊക്കെ നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിലുണ്ട് എന്ന് കരുതുന്നു. ഏത് വിധേയരെയും ബാരിക്കേഡ് എടുത്തു മാറ്റാനാണ് പ്രവർത്തകരുടെ ശ്രമം. പക്ഷേ പോലീസ്
വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പ്രവർത്തകരെ ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ബാരിക്കേഡ് അഴിക്കാൻ അനുവദിക്കില്ല നിലപാട് എടുക്കുന്നു. ഇവിടെ ഈ ഒരു ഭാഗത്ത് രണ്ട് പ്രവർത്തകർ നിന്ന് ഈ ബാരിക്കേഡിൻ്റെ കെട്ട് അഴിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഒരേ സമയം പ്രവർത്തകർ പിടിച്ചുകൊണ്ട് അത് ഉയർത്തി മാറ്റാനുള്ള പ്രയത്നമാണ് SFI പ്രവർത്തകർ നടത്തുന്നത്. പോലീസിൻ്റെ ശക്തമായ സന്നാഹമുണ്ട്, ശക്തമായ പ്രതിരോധമുണ്ട്. SFI പ്രവർത്തകർ അവിടെ നിന്ന് ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിനെ സർവ്വശക്തിപ്പെടുത്തി കൂടുതൽ 3 നിരയായി നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നാണ് ഈ ബാരിക്കേഡ് സംരക്ഷിക്കുന്നത്. ഒരു കാരണവശാലും ഈ ബാരിക്കേഡ് മറികടന്ന് ഒരു പ്രവർത്തകൻ പോലും മുന്നോട്ട് പോകാൻ അനുവദിക്കില്ലെന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള പോലീസിൻ്റെ പ്രതിരോധ പ്രവർത്തനം. SFI ആകട്ടെ ഇപ്പോഴും പിന്തിരിഞ്ഞു പോകാൻ തയ്യാറല്ല. അവർ സർവ്വശക്തിയും എടുത്തുകൊണ്ട് ബാരിക്കേഡ് ഇളക്കി മാറ്റി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. സംഘർഷാത്മക അന്തരീക്ഷം ഇപ്പോഴും തുടരുന്നു. മറ്റു നടപടികളിലേക്ക് കാരണം പ്രവർത്തകർ ബാരിക്കേഡിന് അപ്പുറവും പോലീസ് ഇപ്പുറവും ആയതുകൊണ്ട് തന്നെ ലാത്തി വീശലടക്കം നടപടിയിലേക്ക് പോലീസിനെ കടക്കേണ്ടി വന്നിട്ടില്ല. പ്രവർത്തകർ ഇവിടേക്ക് ഈ ബാരിക്കേഡിന് മുകളിൽ കയറി കുറച്ചു നേരം പ്രതിഷേധിച്ചു. പക്ഷേ ഇപ്പോൾ അവർ അവിടെ നിന്ന് താഴെ നിന്നുകൊണ്ടുള്ള പ്രതിഷേധം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പോലീസും കാര്യമായ ബലപ്രയോഗത്തിന് മുതിരുന്നില്ല. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. ശക്തമായ പ്രതിഷേധമാണ് SFIയുടെ നേതൃത്വത്തിൽ ലോക് ഭവന് മുന്നിൽ നടക്കുന്നത്.